നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ചൂര കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ മസാലക്കറിയാണ്. അതിന് 1/2 കിലോ ചൂര നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു സവാള കൊത്തിയരിഞ്ഞിട്ടുണ്ട്, കുറച്ച് മല്ലിയില, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളി. ആദ്യം നമുക്ക് ചൂര ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതുകൂടാതെ നമുക്ക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. സവാള, പച്ചമുളക്, മല്ലിയില നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചൂര മസാല പറ്റി നന്നായി മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങാം. ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉലുവ. ഇതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. സവാള, പച്ചമുളക്, മല്ലിയില ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിനകത്തേക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒരു പേസ്റ്റാക്കി. ഏകദേശം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1/2 സ്പൂൺ ഇവിടെയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇടാം. അതിനുശേഷം നമുക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. ഇതിനകത്തേക്ക് ഒരു 4-5 പീസ് കുടംപുളി ഇടാം. ഗ്രേവി നന്നായി കുറുകി വരുന്നവരെ തിളപ്പിച്ചെടുക്കാം. ഗ്രേവിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വേവിക്കാം. നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചൂരമീൻ മുളകും കുടംപുളിയും ഇട്ട് നന്നായി പറ്റിച്ചെടുത്തത് നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണത്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില കൂടി ഇടാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചൂരമീൻ കറി മുളകും കുടംപുളിയും ഇട്ട് പറ്റിച്ചെടുത്തത്. ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. ചൂരമീൻ മുളകിട്ട് പറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാം റെഡിയുണ്ട്. ഇന്നത്തെ ലഞ്ച് നല്ല ചൂരമീൻ കുടംപുളിയും മുളകിട്ട് പറ്റിച്ചെടുത്തത്, നല്ല മത്തി ഫ്രൈ, പപ്പടം, അതിൻ്റെ കൂടെ നല്ല പാലക്കാടൻ മട്ട കൊണ്ടുള്ള ചോറ്. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും. താങ്ക് യു.